പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിന്ന് പുതിയതും ഞെട്ടിക്കുന്നതുമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നു എന്ന വാർത്തകൾക്കിടയിൽ യുദ്ധം തുടരണമെന്ന ആവശ്യവുമായി പ്രധാന ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ US സഖ്യകക്ഷികൾ ഈ യുദ്ധത്തിനെ ഇറാൻ ഭരണകൂടത്തെ എന്നേക്കുമായി ദുർബലപ്പെടുത്താനുള്ള ഒരു സുവർണ അവസരമായാണ് കാണുന്നത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് യുദ്ധം തുടരണമെന്ന ആവശ്യം വൈറ്റ് ഹൗസിനെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഇറാന്റെ ശക്തി പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഈ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. ഇറാന്റെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ അവരുടെ പ്രാദേശിക ഇടപെടലുകൾ പൂർണ്ണമായും അവസാനിക്കുകയോ ചെയ്യുന്നതുവരെ സൈനിക നടപടി തുടരണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇറാന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാകുന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെയും വിനോദസഞ്ചാര മേഖലയെയും ബാധിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് UAE ആണ്. വെറും വ്യോമാക്രമണങ്ങൾ കൊണ്ട് ലക്ഷ്യം കാണാൻ കഴിയില്ലെന്നും ഇറാൻ മണ്ണിൽ ഒരു കരയുദ്ധം തന്നെ വേണമെന്നും UAE അമേരിക്കയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. യുദ്ധം തുടങ്ങിയ ശേഷം 2000-ലധികം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളാണ് UAE നേരിട്ടത്. ദുബായ് വിമാനത്താവളം, ജബൽ അലി പോർട്ട് തുടങ്ങി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ അവരെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. UAEയുടെ ഈ നിലപാടിനെ ബഹ്റൈനും കുവൈത്തും പിന്തുണയ്ക്കുന്നു. മറുഭാഗത്ത് ഡൊണാൾഡ് ട്രംപ് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടുകയാണ്. തന്റെ ഭരണകൂടം നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ യുദ്ധം തീർക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ലോകത്തെ പ്രധാന എണ്ണപ്പാതയായ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടന്നാൽ പോലും യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാണെന്ന് പറയപ്പെടുന്നു. ഇത് ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളെയാണ് കൂടുതൽ ബാധിക്കുകയെന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ ഊർജത്തിനായി മധ്യേഷ്യയെ അമിതമായി ആശ്രയിക്കേണ്ടതില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ഇറാന്റെ നാവിക മിസൈൽ ശേഷി ഗണ്യമായി കുറച്ചു എന്നവകാശപ്പെട്ട് വിജയം പ്രഖ്യാപിച്ച് പിന്മാറാനാണ് അദ്ദേഹം ആലോചിക്കുന്നത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും യുദ്ധത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഖത്തറും ഒമാനും തുടക്കം മുതലേ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടിലാണ്. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ രാജ്യങ്ങൾ യുദ്ധം നീണ്ടുപോകുന്നത് മേഖലയുടെ സമാധാനത്തിന് തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ തങ്ങളുടെ അയൽക്കാരാണെന്നും അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് പ്രായോഗികമല്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ യുദ്ധത്തെ പിന്തുണയ്ക്കുമ്പോഴും ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വെറും ഒരു വെടിനിർത്തലല്ല, മറിച്ച് ഇറാന്റെ ആണവ പദ്ധതിയും മിസൈൽ ശേഷിയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു കരാറാണ് വേണ്ടതെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കുന്നു. യുദ്ധം നീണ്ടുപോയാൽ തങ്ങളുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയും സൗദിക്കുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇപ്പോൾ വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ ചതുരംഗ കളിയായി മാറിയിരിക്കുന്നു. സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപ് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമോ, അതോ തന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി പെട്ടെന്ന് പിന്മാറുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എണ്ണവില $100 മുകളിലേക്ക് കുതിക്കുന്നതും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നതും ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ചുമതല സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്ത് അമേരിക്ക കൈ കഴുകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഏതൊരു രാജ്യത്തും യുദ്ധം അരങ്ങേറുമ്പോൾ ആൾനാശമോ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശമോ മാത്രമായി ഒതുങ്ങുന്നില്ല. ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുക രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെയായിരിക്കും. പിന്നീട് വർഷങ്ങളെടുക്കും അവർക്ക് അതിൽ നിന്ന് കരകയറി വരാൻ. ഇറാഖ്, അഫ്ഗാൻ പോലുള്ള രാജ്യങ്ങൾ ഇന്നും കരകയറാത്തതിന് വ്യക്തമായ ഉദാഹരണമാണ് സംഘർഷം. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇത്ര നാളത്തെ ഉപരോധങ്ങൾക്കിടയിലും ഇറാന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. മറിച്ച് ഇസ്രായേലിന്റെ സാമ്പത്തിക രംഗം ഏറെക്കുറെ തകർന്നടിഞ്ഞ മട്ടാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ആഗോള സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ കാര്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ച് ഇറാനിൽ നടത്തുന്ന ആക്രമണം US-നുണ്ടാക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണെന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രതിദിനം 8455 കോടി രൂപയാണ് US ഇറാൻ ആക്രമണത്തിനായി ചിലവാക്കുന്നത്.
സംഘർഷം 31 ദിവസം പിന്നിടുമ്പോൾ യുഎസിന്റെ മൊത്തം ചെലവ് 2.63 ലക്ഷം കോടി രൂപയാണെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെയാണ് യുഎസ് സൈനിക താവളങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഉണ്ടായ നഷ്ടം. കൂടാതെ നിരവധി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നിരുന്നു. യുദ്ധവിരാമത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല. യുദ്ധം നീളുമെന്ന സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. ഇതുമൂലം ഓരോ സെക്കൻഡിലും 9.8 കോടി രൂപയാണ് യുഎസിന്റെ ഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത്. ഫെബ്രുവരി 28-നാണ് യുഎസ് ഇസ്രായേൽ സംയുക്ത സംഘം ഇറാന് നേരെ ആക്രമണം തുടങ്ങിയത്.